ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു ചെറിയ പരിപാടി ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ ഇന്നലെ നമ്മുടെ FTTൻ്റെയും GTൻ്റെയും വീഡിയോ കണ്ടപ്പോൾ അവരുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അവർ നമ്മുടെ റെവിനനിൽ അവർ ഒരു അടിപൊളിയാക്കിയിട്ട് സെറ്റപ്പ് ചെയ്തായിരുന്നു. നിങ്ങൾ കാണേണ്ടതാണ്. സോ നമ്മൾ നമ്മുടെ ബേസും ഇതുപോലെ സെറ്റപ്പ് ചെയ്യാൻ പോണേണ്. അപ്പം നമ്മളതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ കുടിക്കോ വാട്ടർ ബക്കറ്റൊക്കെ ഇരിക്കൊണ്ട് എടുക്കട്ടെ. കണ്ടായിസ്, നമുക്ക് 2 ഡയമണ്ടൊക്കെ കിട്ടി. ഏയ്, അത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മൈൻ ചെയ്യാൻ പോയതായിരുന്നു. 6 ഡയമണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലാവേൻ്റെ ഒരു സൈഡിൽ ഞാൻ വേറെ ഈ 2 ഡയമണ്ട് കണ്ടുപിടിച്ചു. ആ ടൈമിൽ ബാക്കിൽ നിന്ന് ഒരുത്തൻ എന്നെ തള്ളി ലാവയിലോട്ടിട്ട് സാധനങ്ങളൊക്കെ പോയി. അതുകൊണ്ട് അതൊക്കെ പോയി. ഇപ്പം കയ്യിലുള്ളതാകെ ഈ ഒരു ഇതല്ലല്ലോ, ഈ ഒരു 2 ഡയമണ്ടാണ്. സോ നമുക്ക് ഡയമണ്ട് സെറ്റാക്കണം. ഞാൻ എന്നും മൈൻ ചെയ്യും. മൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടില്ല, കാരണം അത് നിങ്ങൾക്ക് ഒരു വെറുപ്പീരായി തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് കാണിക്കത്തില്ല. പകരം നിങ്ങൾക്ക് വേറെ കണ്ടൻസ് ഒക്കെ കാണിച്ചു തരാം. സോ നമ്മളിന്ന് നമ്മുടെ റെവിനനിലൊക്കെ ഒരു ചെറിയ പരിപാടി ഉണ്ടല്ലോ പിള്ളേ. നമുക്കൊരു ഷിയേഴ്സ് ഉണ്ടാക്കണം. ഷിയേഴ്സിന് എന്തൊക്കെ വേണം? ശരി, എന്നാൽ നോക്കട്ടെ. ഇതെടുത്ത് ഉരുകാടാൻ പോയി. എൻ്റെ ഒരു കോളൊന്നുമില്ല. സോ ഞാൻ ആ റെവിനെ കാണിച്ചു തരാം. എന്നിട്ട് അങ്ങോട്ടൊരു വഴി സെറ്റാക്കണം നമുക്ക്. ഈ റെവിനൻ്റെ വഴിയൊക്കെ എനിക്കറിയാം, പക്ഷേ അവിടെ വൻ സീനാണ്. അതാണ് സംഭവം. അവിടെ ചെന്നിട്ട് ചാവാതെ എല്ലാം ഇതും ഒബ്സീഡിയനാക്കി മാറ്റണം. ഒബ്സീഡിയനാക്കി മാറ്റുന്നതാണ് നല്ലത്, കാരണം നമുക്ക് ഒബ്സീഡിയൻ്റെ ആവശ്യം നല്ല രീതിയിലുണ്ട്. ഇതാണ് നമ്മുടെ റെവിനൻ. ഇപ്പോൾ പോയാലേ കണ്ട, അടിയിൽ കണ്ട ലാവയാണ് മൊത്തം. സോ ഇച്ചിരി ഏർപ്പാടുള്ള സംഭവമാണ്. അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലേ, നല്ല കാര്യം. അത്യാവശ്യം വെള്ളമൊക്കെ എവിടെ നിന്നൊക്കെയോ ചാടുന്നുണ്ട്. അതൊക്കെ നമുക്ക് മൂടണം. എന്നിട്ട് ഈ ലാവയൊന്ന് കളഞ്ഞത് ഒബ്സീഡിയനോ കല്ലോ എന്തെങ്കിലുമൊക്കെ നാക്കണം. താഴെ വല്ല ഡയമണ്ട് വല്ലതും ഉണ്ടാവുമായിരിക്കും. 68 ബ്ലോക്കൊന്നും ഉണ്ടാവില്ല മിക്കവാറും. ഒരു 15-16 ആയിരിക്കും നിൽക്കുന്നത് അടിയിൽ, ഏറ്റവും അടിയിൽ. ഉറപ്പില്ല. നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ അവിടെ ഇറങ്ങിയിരിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ബേസിൽ ഇവിടുന്ന് അവിടം വരെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കണം, വഴി ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ മുമ്പിൽ കാണുന്ന മരങ്ങളൊക്കെ പൊളിച്ചു കളയണം. സോ ആ വഴി ഉണ്ടാക്കുന്നതൊന്നും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അതൊക്കെ നമ്മൾ മാറ്റി വെക്കും. നിങ്ങളെ കാണിക്കാൻ അവിടെ വെക്കുന്ന സെറ്റപ്പ് ആക്കുന്നതൊക്കെയാണ്. എല്ലായി XP ഒക്കെ കിട്ടി. ഇനി ഒരു ഷിയേഴ്സ് ഉണ്ടാക്കണം. ഷിയേഴ്സ് ഓക്കെ, 2 മതിയല്ലേ? ശരിയെന്നാ ഗൈസ്, ഇപ്പം എനിക്ക് ലൈറ്റ് ഇങ്ങനെ പിടിച്ചാൽ ഇഷ്യൂ ഇല്ല കേട്ടോ. ലൈറ്റ് ഇങ്ങനെ വെളിച്ചം വരും. സോ നമുക്കിനി വേണ്ടത് ഇലയില്ല, പകരം നമുക്ക് ഇത് വെച്ച് സെറ്റാക്കാം. നല്ല സ്പീഡിലാവുന്നുണ്ട്. ഇതും കൂടെ ഇരിക്കട്ടെ, എല്ലാമായിട്ട് കളർഫുൾ ആവട്ടെ സംഭവം. ഏത് പിന്നെ ഇവിടെ ഈ നിലത്ത് കാണുന്ന പുല്ലൊക്കെ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം. കണ്ട, അങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇത് എടുത്തോണ്ട് പോകണം പറഞ്ഞേക്കാം. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് സത്യം പറഞ്ഞാൽ. കറണ്ട് വന്നു, വിശ്വാസമായി. കാരണം ഇവിടെ കറണ്ടില്ല, ചാർജ് ആവണം. മെയിനായിട്ട് ആകേണ്ട കാര്യമാണത്. ഫോൺ ചാർജിലിട്ടിട്ടാണ് നമ്മൾ ഈ കളിക്കുന്ന സംഭവം മൊത്തം. അത് വേറെ കാര്യം. എന്താ ചെയ്യാവുള്ള, നമുക്ക് ഇങ്ങനെ ചാർജ് ഈ ഫോണൊരു ഇഷ്യൂ ഉണ്ടേ. അതാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. ഫോണെന്ന് പറഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് ചാർജ് തീരും. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റാക്ക് പോലും ആയില്ലല്ലോടി. നിലത്ത് കുറേ എണ്ണം കിടപ്പുണ്ട്, ഞാൻ ഒന്നും പറക്കിയിട്ടില്ല. അത് വേറെ കാര്യം. ഇപ്പം എത്രയായി? ഒരെണ്ണം ഒരു സ്റ്റാക്കായി. അപ്പം ഈ ഒരു ഫോണെന്ന് വെച്ചാന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ ഇഷ്യൂ എന്താ വെച്ചാൽ 50 എത്തുമ്പോഴത്തേക്കും ഫോൺ ചിലപ്പോൾ ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഇഷ്യൂ.
എന്താണ് ഇത്ര ലാഗ്? കഴിഞ്ഞ വീഡിയോയിൽ നല്ല ലാഗ് ഉണ്ടായിരുന്നു. പുള്ളയെ ചതിക്കല്ലേ. നല്ല ലാഗുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ നോക്കണേ. നമ്മൾക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ ലാഗിന് കയറി ചെന്നേ പറ്റും. എന്താ പുള്ളേ ചതിക്കുക? ഓക്കെ, ഒരു ഡാർക്ക് ഫോറസ്റ്റും എല്ലാത്തിൻ്റെയും ഒരു ലുക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കും. അതും കിട്ടും. OP എൻ്റെ മോനെ എല്ലാം കിട്ടും. എൻ്റെ കയ്യിൽ നിറച്ചും കളർഫുൾ ഐറ്റംസാണ്. ഇത് തന്നെ ധാരാളം. ഇത്രയൊക്കെ മതി നമുക്ക്. ഈ പച്ചപ്പുല്ലും കൂടെ പറിക്കട്ടെ. ഇത് ഇങ്ങനത്തെ ക്രിയേറ്റീവ് മോളിൽ പുലി ഇത്ര സ്പീഡിൽ പൊളിക്കും. പറിക്കാനാവത്തില്ലായിരിക്കും. നന്നായി സ്പീഡിലാവുന്നത്. ഈ പച്ചപ്പുല്ല് തന്നെയായിരുന്നു ഇച്ചിരി മുമ്പ് ഞാൻ പറിച്ചത്. ചെറുപ്പില്ല കേട്ടോ. ഈ ഇടയ്ക്ക് എന്നെ ഇവിടുന്ന് വിളിക്കും. അതുകൊണ്ട് ആ ടൈമിൽ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ആ ടൈമിൽ എന്നെ ഇവിടുന്ന് വിളിക്കുന്നു. ഈ മരത്തെ നമ്മൾ ഈ കശണ്ടിയായി. കശണ്ടിയല്ല, മുട്ടടിക്കും പറയാം. പൊളിക്കങ്ങോട്ടേ. എടാ ക്രൗളാടാ. ക്രൗളാവല്ലേ. ഓക്കെ, ഇത്രയും മതി. നമുക്ക് വാട്ടർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാല്ലേ. അങ്ങോട്ട് മാറി നെല്ല്. എൻ്റെ കയ്യിൽ നിറച്ച് സാധനങ്ങളാണ് കേട്ടോ. എജാതി ലാഗാ നോക്കണേ. ഇവിടെ എവിടെയായിരുന്നല്ലോ നമ്മൾ അൺലിമിറ്റഡ് വാട്ടർ? ഇവിടെ ഷുഗർ കെയിൻ്റെ അവിടെ. ബൈ, ഷുഗർ കെയിൻ 4 എണ്ണം വളർന്നു. ഇത് എത്ര ഉണ്ട്? സാധാരണ ഒരാൾ നട്ടുമ്പോൾ ഇത്രയൊന്നും വളരില്ല. 1 2 3. ഇത് 3 എണ്ണം. അപ്പം 3 എണ്ണേ വളർന്നിട്ടുള്ളൂ. ഞാൻ 4 എണ്ണമൊക്കെ വളർന്നു. അത് പോയി. 2 എണ്ണം പോയി. ശരി എന്നാൽ എനിക്ക് സ്ട്രിങ് ഉണ്ടാക്കണം. സ്ട്രിങ് ഉണ്ടാക്കാൻ ഇപ്പോൾ നമ്മൾ ഫാം സ്റ്റാർട്ട് ചെയ്യണമല്ലോ. നല്ല ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട്. ശരിയെന്നാ. ഇതൊക്കെ കൈ പിടിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഒന്നാമതേ കട്ടലാകി, അതിൻ്റെ ഇടയിൽ കൂടെ അവന്മാർ ഇതുണ്ടാക്കുന്നു. ശരിയെന്നാ. വള്ളിയും പുള്ളിയൊക്കെ പറയാൻ നമ്മൾ ബാമ്പു ഫോറസ്റ്റ് വരെ പോകണം. അതാണ് പ്രശ്നം. ഇവിടെ എവിടെയും ഞാൻ വള്ളിയും പുള്ളിയൊന്നും കാണില്ല. വള്ളിയും പുള്ളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് നട്ടേനെ. അടിപൊളിയാക്കിനെ. വള്ളിയും പുള്ളിയും വഴിയിൽ കാണാനാണ് നമ്മളെന്തായാലും പറിക്കാൻ കേട്ടോ. പക്ഷെ അത് പറിക്കാനുള്ള സാധനമൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ഇത് തീരാനായി. നമ്മുടെ ഷിയേഴ്സ് കേട്ടോ. ഷിയേഴ്സ് ഏകദേശം ചതിച്ച് തുടങ്ങി. വേറെങ്ങോട്ടെ. എന്താ പുള്ള ഇജാതിൽ. എത്തി. ക്രൗച്ച് ചെയ്തിട്ട് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ബട്ടൺസ് ഒന്നും കാണാനില്ലല്ലോ. ഞാൻ അതിൻ്റെയും ഇത് കൊണ്ടുവന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടെ ലാവയുള്ള നോക്കട്ടെ. ഇവിടെ ലാവയില്ല. ഇവിടെ ഉണ്ട്. ഇവിടെ കൃത്യ ലാവയുണ്ട്. ഇവിടെ നിന്ന് ചോദിച്ചാൽ കൃത്യ ലാവയിലോട്ടായിരിക്കും പോണത്. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ. പോയാ അവിടെ എത്തോ? ഇന്നെങ്ങാലും എത്തിയാ പോലെ. എൻ്റെ മോനെ ചത്തുപോയി. മോനെ ജാതി ലക്കി. അവിടെ അതാ ഡയമണ്ടൊക്കെ. ഗൈസ്, എൻ്റെ ഭാഗ്യം നോക്കണേ നിങ്ങൾ. ജാതി ലക്ക് വേറെ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണാൻ വഴിയില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ചെന്ന് വീണെടുത്ത് തന്നെ ഡയമണ്ട് ഇല്ലായിരുന്നു, ഞാൻ അവിടെ കിടന്ന് ചത്തേനെ.
അത് ഡയമണ്ട് കണ്ടിട്ടാണ് ഞാൻ ഇജാതി ഓട്ടം ഓടിയത്. കുഴപ്പമില്ല, ഇനി എങ്ങനെ കയറും എന്തോ അതിൻ്റെ പൊക്കത്തോട്ട്. ഇതവിടെ നീ വരുന്നേ. എന്തായാലും നമുക്കത് എടുത്തിട്ട് വരാം. എടുക്കടാ, എടുക്കുമോ? ഇപ്പോൾ ചാവും ഞാൻ. അപ്പോൾ ഓടണേ, ഇതൊന്നും വയ്യ. ഓ വെറുതെ അല്ല, നമ്മൾ കൈ ഉള്ളത് വെച്ചെടുക്കണ്ടല്ലേ. കൈ ഉള്ളത് ഉദ്ദേശിച്ചത് ഇത് ബക്കറ്റായിരിക്കണ്ടേ, വാട്ടർ ബക്കറ്റായിട്ട് കഴിയില്ലല്ലോ. എന്ത് ചെയ്യാനുള്ള നാളെ ഉള്ളോ? കുഴപ്പമില്ല, നമുക്കൊരു പിക്കേക്സ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. അത് മതി എനിക്ക് അത്രയും കണ്ടാൽ മതി പിള്ള. അവിടെയോ നീ പോലെ 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 പോകല്ലേ. കയറി. ഇനി അടുത്തത് എൻ്റെ മോനെ ആ വെള്ളം. അത് കുഴപ്പമില്ല, അത് നമുക്ക് കയറി വരാനുള്ള വെള്ളമായല്ലോ അല്ലേ അങ്ങനെയാണേൽ. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഒളിക്കങ്ങട്ടി നിങ്ങൾ ജാതി. ഈ വട്ടം കാണാത്ത വലിയ ഇഷ്യൂ കേട്ടോ. അത് അടിപൊളിയായിരിക്കുന്നു. ഇപ്പം എന്താ ഇപ്പോൾ ഒരു കല്ലുണ്ടാക്കാൻ എന്തൊരു മാർഗം? കുറച്ച് കേട്ട് പൊളിക്കാം. ആ കല്ലും കിട്ടും പിന്നല്ലോ. ഇവിടെ വെച്ച് ഡയമണ്ട് കാണണം, പൊളിയും. ഡയമണ്ട് കാണുമ്പം പൊളിക്കാനുള്ള സാധനം അത്ര നേരം നിന്നാൽ മതിയായിരുന്നു. ടണ്ടണേ കണ്ട ലൈറ്റ് എത്തുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്റ്റാക്കായോ? ഇത് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നതാണോ അതോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പൊക്കത്ത് കൃത്യം കയറിയിരിക്കണം. ഓക്കെ, കൃത്യം കയറി. ഇതെന്താ വെക്കാൻ പറ്റാത്തേ? ഓ ബൈ. ഓടേ ശരി എന്നാ. പാവം സ്ലൈം വീണ് ചത്ത്. ജാതി മണ്ടൻ. എന്നാലും നമ്മുടെ ലക്കോ ബായി തീർന്ന്. നൈറ്റ് ആകെയ. ഈ വെള്ളം ഇതൊക്കെ എവിടെന്നൊക്കെ വരുന്നുണ്ടോ എന്തോ. ഈ ലാവ ഇപ്പം എവിടെ നിന്നാണ് വരുന്നേ? ഇതിനിപ്പോൾ എങ്ങനെ ഒന്ന് മൂടുക? കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് താഴോട്ടെടുത്ത് ചാടി നോക്കാം. ഓ വൈ ഓക്കേ വേറെ പിന്നല്ല എന്താ ബുദ്ധി വിമാനമാണ് ഗുയിസ്. അങ്ങോട്ട് അങ്ങോട്ടെ എടുക്കേ. പക്ഷെ എൻ്റെ ചെങ്ങായി അതന്നെ. പോലെ 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 ഇങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞേക്കാം. ഈ വെള്ളത്തിൻ്റെ മൂട്ടിൽ വന്ന് വീട്. അതെന്താ അത്? ഓരോന്നിങ്ങനെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ വീണ് കളിക്കുക. അടുത്ത ഡയമണ്ട് ഓപ്പി. എനിക്ക് സ്ഥലം ഇഷ്ടമായി കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഡയമണ്ട് വാരി കൂട്ടും ഞാൻ. ഇതാരാ ഇത് നിൽക്കുന്നത്? എൻ്റെ പൊന്നളിയാവേ, ഇതിഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആരാ നിങ്ങൾ? ആരാ? ലാഗ് ലാഗ് ലാഗ്. പക്ഷെ ഉണ്ടല്ലോ, എൻ്റെ ഭാഗ്യം നിങ്ങളവിടെ നോക്കണം ഗൈസ്. പൊക്കത്തുനിന്ന് വീണിട്ട് ഞാൻ ചത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വീണതിന് ശേഷം ലാഗ് അടിക്കണ ഗൈസ്. വീണതിന് ശേഷം നമ്മൾ നേരെ വീണത് ലാവയിലോട്ട്. ശേഷം നമ്മൾ അവിടുന്ന് ഭാഗ്യത്തിന് വെള്ളത്തിൽ കയറി. അതും ചാവാൻ 2 സെക്കൻഡ് ബാക്കി നിൽക്കുമ്പോൾ എന്ത് ചെയ്യാനാ പിള്ള? ഓക്കെ നമ്മൾ അത്ര എടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടെത്തിക്കണം നമ്മൾ. കണ്ട അവിടെ കണ്ട ഇവിടെ കയറ്റുക.
ഈ റെവിനൻ നമ്മുടെ മാത്രം. എടുക്ക് വെള്ളം എടുക്ക്. കാരണം അവിടെ ഇനിയും ഡയമണ്ട് ഇരിപ്പുണ്ട്. ഞാനൊരു പൊളിക്കും ഞാൻ. എൻ്റെ ഊഹത്തിൽ ഇനി ആ ഒരു ഭാഗം കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ല ഇഷ്ടം പോലെ ഉണ്ട് എടുക്കാൻ. ഒരു ഡയമണ്ട് ഉള്ള 2 ഉണ്ട്. ശരി എന്നാൽ ഇനി അപ്പുറത്തോട്ടും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. വാട്ടർ എങ്ങാനും ജസ്റ്റ് ഒന്ന് മാറിപ്പോയാൽ ഇതല്ല, ഇതൊന്ന് കുളിച്ചേ. ഉണ്ട്. ഓഫ് എൻ്റെ മോനെ, എനിക്ക് വയ്യ. എനിക്ക് വയ്യ എൻ്റെ മോനെ. എനിക്ക് എത്ര ഡയമണ്ടാന്ന് നോക്കണം. ഇതിനിടയിൽ എങ്ങാനും വെച്ച് ചത്ത തീർന്നു ഞാൻ. അതോടെ ചെയ്യും. എൻ്റെ മോനെ 8 ഡയമണ്ട്. എനിക്ക് വയ്യ. ഇപ്പം എത്ര ഡയമണ്ടായി? ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്, എടുത്തിട്ടില്ല. 10 എണ്ണം. 10ഉം 2ഉം. അപ്പോൾ നമ്മൾ അങ്ങനെ അത് ചെയ്തു. ഇനി ആ വെള്ളമൊക്കെ നമുക്കത് ചെറുതായിട്ട് അത് മൂടിയാൽ ഓക്കെ. അത് മൂടി. ഇനി ഇവിടുന്ന് അതാ വരുന്നു. ഓക്കെ, അത് മൂടി. അങ്ങനെ നമ്മൾ ആ വെള്ളമൊക്കെ ഇല്ല അങ്ങനെ വരുന്നേ. നൈസായിട്ട് മൂടണം അത്. അവിടെ ആ ഗ്രേവൽ വീണു. ഇപ്പം ഒന്ന് പേടിച്ചോളി. ലാഗയ്യ പോലെ. ഓക്കെ, ഇനി എൻ്റെ ടോപ്പിലോട്ട് എൻ്റെ മോനെ ക്രീപ്പർ മാമൻ. ഇതിൻ്റെ ടോപ്പിലോട്ട് പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അവിടെ ചെന്നാൽ അവിടെ ക്രീപ്പർ എന്നിവയുള്ള എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളെ എങ്ങനെ കിടക്കും? അതാ അവൻ എവിടെ ചത്ത അവൻ? അയ്യോ, കൊല്ലല്ലേ. എത്രണ്ണം ആടാ ഇത്? ഇവനെ ഒരുത്തനെ തൂക്കിയ. ഇനി വാടാ ധൈര്യമുണ്ടേ വാടാ ഇങ്ങോട്ട്. എന്തോ ചരിച്ചേ എടാ കുരിപ്പ്. അവൻ അമ്പൂട്ട് കളിക്കുന്നു പന്നി. എടാ ഇവൻ എന്നെ കൊല്ലൂടാ. ഓടേ ശരി എന്നാ ഓടേ. അമ്മ ഓടേ ശരി എന്നാ. അയ്യോ ചാവല്ലേ ഒന്ന് ഓക്കെ. സോ നമ്മൾ അത്രയും ചെയ്തു. നമുക്കിനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിട്ട് എനിക്ക് അമ്പും ബില്ലൊക്കെ കിട്ടുന്നത്. കിട്ടിയില്ല. എൻ്റെ കയ്യിൽ ഇതുണ്ട്. ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ഓക്കെ സെറ്റ്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതെടുത്തിട്ട് ഒരു 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 എൻ്റെ മോനെ എനിക്ക് വെസ്റ്റൊന്നും ഇപ്പോൾ പഴയ വേണ്ട. ഓടേ മരത്തടി ഉണ്ടാ? മരത്തടി ഇല്ല. ശരി, അപ്പം നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും പിള്ളേ? കുഴപ്പമില്ല. 2 ക്രീപ്പറാ. ഇതിപ്പോൾ എൻ്റെ അടിക്കാനുള്ള സാധനം വല്ലതും ഉണ്ടോ? ഓടേ ശരി എന്നാ ഒരു പിക്കേക്സ് അങ്ങ് ഉണ്ടാക്കിയത്. പിക്കേക്സ് മാത്രം മതി, വേറൊന്നും വേണ്ട. വാടാ ധൈര്യം ഉണ്ടേ വാടാ. ഒരു ട്രിക്ക് ചെയ്യാം. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ. അയ്യോ, അവന്മാരിപ്പോൾ ഇങ്ങനെ കൊല്ലും ഗൈസ്.
9 ഡയമണ്ട് ഇല്ലേ, ഒരു സ്വോർഡും കൂടെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അവിടെ നിന്ന് വരുത്താൻ വരുന്നു. യവന്മാരൊക്കെ ഇതേത് മുട്ടുന്നു നോക്കുന്നൊക്കെ വരുന്നു. കല്ല് വല്ലതും ഉണ്ടോ? ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ. എൻ്റെ അടുത്ത് അവനൊക്കെ കളിക്കുന്നത് ഇതെവിടം വരെ എത്തുമോ എന്തോ. ഈ ക്രൗൾ ഉള്ളതുകൊണ്ടൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ചമ്മി ഗായ്സ് കണ്ടടാ, ആരും കണ്ടില്ല, പേടിക്കണ്ട. എടാ പണ്ടാരം ഇതുണ്ടോ നമ്മുടെ ഇത്? എന്ത് നമ്മുടെ അതും ഇല്ല. വാട്ടർ ബക്കറ്റ് ഉണ്ടോ? പക്ഷെ അങ്ങനെ കയറിപ്പോന്ന് ഇച്ചിരി ഇഷ്യൂ. എവിടെ എത്തി? മോനെ യപ്പ്, നമ്മുടെ ബുദ്ധി വിമാനമാണ് ഗുയ്സ്. നമ്മുടെ ബുദ്ധി വിമാനമാണ് ഗുയ്സ്. അയ്യോ അത് പൊളിഞ്ഞു. തേഞ്ഞ് 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 ശരിക്കും തേഞ്ഞ്. Yep, we are to the top of our base. എൻ്റെ മോനെ തേക്കല്ലേ, ആ പാതി വെച്ച് തന്നെ തേച്ചേക്കരുത് പറഞ്ഞേക്കാം. മുകളിലെത്തി നമ്മള്. ഇനിയിപ്പോൾ ചാവ് ആണേലും സീനാണ് ഐസ്, കൊണ്ട് സൂക്ഷിക്കണം. കാരണം കയ്യിൽ ഡയമണ്ടൊക്കെ ഇരിപ്പുള്ളതാണ്. എങ്ങാനും ചത്താൽ സാധനം തിരിച്ച് കിട്ടിയില്ലേൽ തീർന്ന്. ലാഗ് അടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നോ, ഇവിടെയെങ്ങും ഒന്നും ഇല്ലല്ലോടി വഴി. എത്തി കണ്ട് ആശ്വാസം. എടേ ഇങ്ങോട്ട് ചാടേ. ആൻഡ് വി ആർ റീച്ച്ഡ്. അപ്പോൾ നമ്മൾ ചാവാണ്ട് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ വെള്ളമൊക്കെ മൂടണം. ഗായ്സ്, ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്, നല്ല ലാഗുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം, അത് ലെങ്ത് ആവുന്നുണ്ട് നല്ല രീതിയിൽ. ആരാ നമ്മുടെ വീഡിയോന് ഫസ്റ്റ് വ്യൂ ഒന്നൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം അവിടെ ഉണ്ട്, അത് നമുക്കൊന്ന് ഒഴിവാക്കിയിട്ട് കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫുൾ സെറ്റ്. ഇപ്പം ആ നിൽക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം നിൽക്കുന്നത് നമ്മൾക്ക് കയറി ചെല്ലാനുള്ളതാണ്. ആ കയറി ചെല്ലാനുള്ള സാധനം മാറ്റിയിട്ട് നമ്മൾ മിക്കവാറും നമ്മൾ ഇത് കൊണ്ടുവരും. നമ്മുടെ ഈ സ്ട്രിങ് ഒക്കെ യൂസ് ചെയ്തുണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം ഇതെൻ്റെ സ്കാർഫ് ഹോൾഡിങ്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതുവഴിയായിരിക്കും ഇനി കയറിപ്പോലൊക്കെ പരിപാടി. ഇവിടെ കുറേ ലാപ്പീസൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ മാപ്പിലങ്ങനെ ഡയമണ്ട് കുറവാണ് കേട്ടോ. ഓവറായിട്ട് ഇത്രയേ ഉള്ളൂ കണ്ടത് ആകെ. ഞാൻ കുറേയൊക്കെ തപ്പി നോക്കി, ഒന്നും കാണുന്നില്ല. അതിൻ്റെ ടോപ്പിലൊക്കെ ആയിട്ട് കുറേ സെക്ഷൻസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പലതും കൊണ്ടുവരാം. അപ്പോൾ നമുക്കിപ്പോൾ അടി സെക്ഷനിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ FTT മാമനൊക്കെ ചെയ്ത പോലത്തെ സംഭവം ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ കുറച്ച് ഡേർട്ടൊക്കെ വെക്കണം, എന്നാൽ മാത്രമേ ഈ സാധനമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ എടുത്തു വെക്കാം. ഫുഡ് വേണം, ഫുഡ് ഇതിരുന്നോട്ടെ. ഇതിങ്ങോട്ട് മാറിയില്ലേ. നമുക്ക് കുറച്ച് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണുമ്പോൾ മിക്കവാറും നമ്മൾ ചെയ്യേണ്ട രീതി. നൈറ്റായി. നൈറ്റാണ് പ്രശ്നം. നമുക്ക് വേഗം നമുക്കൊരു ബെഡിങ്
ഇതെന്താ ഇവിടെ ലാവ? എന്താ കുഞ്ഞേ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? കുഴപ്പമില്ല, നമുക്ക് വേഗം പോയിട്ട് വരാം. നൈറ്റ് 1 സീനായിരിക്കും ഗൈസ്. നൈറ്റ് നമുക്ക് കളിക്കാൻ പറ്റില്ല അവിടെ കടന്ന്. തല പുറത്തോട്ടിട്ട് പോവാം. കണ്ട ഇങ്ങനെ പോവാം. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്യൂ ഇല്ല, പൊക്കത്തോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ ബുദ്ധി വിമാനമല്ല ഗൈസ്. കയ്യിൽ ടോർച്ച് പിടിക്കുകയാണെങ്കിൽ ലൈറ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാതി വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇറങ്ങോട്ട് വേഗം പോട്ടെ. ആ ക്രീപ്പർ മാമനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണെന്നാണ് എനിക്ക് അതെ 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 മോനെ ക്രീപ്പർ എന്നെ നോക്കി തന്നെ വരിക കേട്ടോ. ആ തീർന്നു ഞാൻ. പൊട്ടി പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ കാര്യമായിട്ട്. മണ്ടൻ ക്രീപ്പർ, അവന് പൊട്ടാൻ അറിഞ്ഞുകൂടാ. ഇതാ നമ്മുടെ ഏരിയ. അവിടെ നിന്ന് ഇവിടം വരെ ലൈറ്റ് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണൂല, വഴി മിക്കവാറും മറന്നു. നമുക്ക് നോക്കാം. ലാഗ് ഉണ്ട് ഗൈസ്, സോറി ഫോർ ദാറ്റ്. ഫുഡൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഡയമണ്ടൊക്കെ സെറ്റായി, എല്ലാം സെറ്റായി. നമുക്ക് ആവശ്യമുള്ള ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പോർട്ടൽ ഉണ്ടാക്കാനുള്ള ഡയമണ്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാനുള്ള അയനും ഉണ്ട്. ഫ്ലിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഫ്ലിൻ്റ് അല്ല പിള്ളേ, നമുക്ക് സെറ്റാക്കാം. അപ്പം നമുക്ക് ഇപ്പോൾ കടന്നുറങ്ങിയിട്ട് നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയിട്ട് പോവാം. പൂളില്ലല്ലേ? ശരിയാ. അല്ല ഞാൻ ഈ ബെഡ് ഇപ്പം എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്? അന്ന് ഞാൻ വിചാരിച്ചത് അവിടെ ഒരുത്തൻ നിൽപ്പുണ്ട്. നമുക്ക് കൈ ഇരിക്കാൻ സ്കാർഫ് ഹോൾഡിംഗ് ഒക്കെ അങ്ങ് ഇടുക. സ്കാർഫ് ഹോൾഡ് എന്ത് ചെയ്യും? അതാ 18 ഉള്ള ശരി. എന്നാ ഇതെടുക്കട്ടെ. ഇപ്പോൾ ഒരു 3 ഇതെന്താ കൈസി കളിക്കായി അല്ല കളി ക്രൗൾ ചെയ്ത് 6 വെച്ചേ കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. നമുക്കാണെങ്കിൽ വേണ്ട രീതിയിലൊന്നും സംഭവം എവിടെ ഡയമണ്ട്? ഓക്കെ 9 ഡയമണ്ട് ഇപ്പോൾ സീരിയസ്ലി നമുക്ക് കിട്ടി. ഇപ്പോൾ ഡയമണ്ടിന് വലിയ ക്ഷാമമൊന്നുമില്ല. സോ യെസ്, നമുക്കും കൂടെ പോയിട്ട് വരാം. ഇനി അവിടെ നിന്ന് ഇവിടം വരെ സ്കാർഫ് ഹോൾഡിങ് ഒക്കെ സെറ്റാക്കണം. അവിടെ നിന്ന് ഇവിടം വരെ അല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കത്തോട്ട് വരെ സ്കാർഫ് ഹോൾഡിങ് സെറ്റാക്കണം. നമുക്കത് കുറേ പണി ഇരിപ്പുണ്ട് നമ്മുടെ ഇതൊക്കെ സെറ്റാ. സോ ഇവിടെ വെള്ളം ഇവിടെ നമുക്ക് താഴ്ത്തു ചാടാളയാ. കൊല്ലക്കെട്ടും പറ ഇവിടെയാണല്ലേ ആ കുരിപ്പ് പൊട്ടിത്തെറിച്ചത്. നല്ലതാടാ. ശ്വാസം കിട്ടുന്നുണ്ട് എനിക്ക് നല്ലോണം. എന്താണോ എന്തോ കയറി ചെല്ലങ്ങോട്ട്. ഇപ്പം ചത്തേരെ. ശരി എന്നാ. ഇപ്പം ഇവിടെ നിന്ന് എവിടം വരെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും? ഇപ്പം എൻ്റെ ഉള്ള സ്കാർഫ് ഹോൾഡിങ് മൊത്തം ഞാൻ ഇട്ടു. അപ്പോൾ അവിടം വരെ എത്തി. നോക്കട്ടെ. ഇതാണ് കുറച്ചുകൂടി രസം. കണ്ടോ, നല്ല രസമല്ലേ? ഇവിടം വരെ എത്തി. ടപ്പാക്കിയിടുക. ഓക്കെ മോനിപ്പോൾ പോയേനെ. എൻ്റെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആ കല്ലുണ്ട്. ശ്വാസം ഓക്കെ ഗൈസ്. ഇപ്പം ഇങ്ങോട്ട് ഓക്കെ. ഇപ്പം നമ്മൾ
ഈ വെള്ളം നമ്മൾ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യണം. ശരി, എങ്ങനെ ഞാൻ കാണിച്ചു തരാം. താഴോട്ട് വെള്ളം എത്തരുത് ഒരിക്കലും. അത് ചാടാനുള്ളൊരു കുഴിയിൽ നമ്മൾ വെള്ളം ഉണ്ടാക്കി വെക്കാം. അത് മാത്രം മതി, വേറെ സംഭവങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഇതാണ് ഇവിടെ കൂടെയാണ് ഇപ്പോൾ വെള്ളം പോകുന്നത്. സോ നമുക്ക് എന്നാൽ ഓക്കെ, ഇപ്പോൾ താഴോട്ട് വെള്ളം പോകണ്ട. ഇപ്പോഴും പോകുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ എവിടെയോ ഉണ്ട്. അയ്യാ പോയി, തേഞ്ഞു ഗായ്സ്. എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. ഇത് നല്ല ലാഗ് ഉള്ളത് കൊണ്ട് വെള്ളം കൊണ്ടുപോകണേ. കയറി ശ്വാസമായി. ഓക്കെ, അങ്ങനെ നമ്മളത് മൂടി. അപ്പം അങ്ങോട്ട് വെള്ളം പോകണ്ട. യെസ്, നിർത്തി. അയ്യോ പോവല്ലേ, വെള്ളമൊക്കെ നിന്നതാണ് പിള്ളേ. ആഹാ, നീ തല്ലാൻ വേണ്ടി കാത്തിരിക്കല്ല കുരിപ്പ. എങ്ങോട്ട് കയറിപ്പോണേ? കയറി വാടാ വാടാ, വരും. എല്ലാ കൂട്ടുകാരും വരും. എൻ്റെ പൊന്നാളിയാ, എല്ലാ നിങ്ങളൊക്കെ എന്ത് എവിടെ വരട്ടെ, ഓരോന്നായിട്ട് വരട്ടെ, കുരുട്ടുകൾ വരട്ടെ, നല്ല കുരുട്ടുകൾ വരട്ടെ. നിങ്ങളെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നമ്മളെ തല്ലത്തില്ലാത്തതുകൊണ്ട്. ചാവ് ചാവ്. തല്ലുന്ന് പറഞ്ഞു. ഇതാരൊക്കെയാ? ഓക്കെ, നമ്മളതിന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ അങ്ങ് വെച്ച് തുടങ്ങാം. അത് പോയി. ലാഗ് എന്നൊക്കെ പറഞ്ഞാലേ ഇത് മൊത്തം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള കാര്യം തന്നെ നല്ല പാടാട്ടോ. വലിയ റെവിനായോണ്ടേ. എന്താ ചെയ്യാ ഇതൊക്കെ. പക്ഷെ എനിക്ക് ആ പുല്ലും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായേനെ. എന്താടാ ഉച്ചർക്ക് നിനക്ക് വേണ്ടത്? പയ്യനെ നമ്മളെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നത്. ഈ സ്ലൈമിനെ ഒഴിവാക്കാനുള്ള ട്രിക്ക് വല്ലതും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. സോ ഞാനിതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് വരാം. പോസ്. ഓക്കെ, നമ്മളങ്ങനെ ചെയ്തേണ്ടതൊക്കെ ചെയ്തു. കുറേയൊക്കെ ഡിസൈൻ കാണിച്ചു തരാം. പക്കാ സെറ്റായെന്ന് വെച്ചാൽ മൊത്തത്തിൽ ചെയ്തിട്ടില്ല. എന്നാൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഈ റെവിനെ അടിപൊളിയായിരിക്കും. ഒരു രക്ഷയില്ലാത്ത സംഭവം. അപ്പോൾ ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടാ അടിപൊളിയായില്ലേ? ഇങ്ങനെ സൈഡിൽ ഫുള്ള് വെച്ചു. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒബ്സിഡിയൻ ആയതുകൊണ്ട് നമുക്ക് പിന്നെ നിങ്ങളെൻ്റെ എക്സ് പി നോക്കി. ഇതിങ്ങളെ കൊന്ന് എൻ്റെ എക്സ് പി ഒരു കുറേ അങ്ങ് കിട്ടി എനിക്ക്. എന്ത് ചെയ്യാനാ? പക്ഷെ എക്സ് പി അങ്ങോട്ട് വലുതായിട്ട് കിട്ടുന്നൊന്നുമില്ല. ഫസ്റ്റത്തെ ഒരു എണ്ണം ചാവുമ്പോൾ ഒരു നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. ഞാനൊരു സൈഡിൽ മാത്രം ഇങ്ങനെ വെച്ച് പോയി.
സോ ഇന്ന് അത്രയും ചെയ്ത് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. മോനിപ്പോൾ പോയാനേ. ഓക്കെ, ഒന്ന് ടോപ്പിലെത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോ നിർത്താം. സോ ഗായ്സ്, നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ആവുന്നില്ലേ നോക്കട്ടെ. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം നമ്മൾ ഇന്ന് ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. എല്ലാം അവിടെ റെവിനൊക്കെ പക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമ്മൾ ബെഡും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇവിടെ നിന്ന് ഒരു വഴിയും, ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ആ തുരങ്കപാതയോ എന്താണ്, വിള്ളൽ എന്ന് പറയാം നമുക്ക്. വിള്ളലിലോട്ട് നമ്മൾ പണ്ടാരം കിട്ടുന്നില്ല ഗൈസ്, കിട്ടുന്നില്ല. റിവൈൻ അത് ഞാൻ പഠിച്ചിട്ട് ഞാൻ അടുത്ത വീട്ടിൽ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ വരെ ഒരു വഴി സെറ്റാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.